നല്ല ഫിലിം, തുടക്കം തൊട്ട് അവസാനം വരെ ചിരിച്ച് അടിപൊളി പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായി ഇങ്ങനെ ചിരിക്കണം എന്ന് വിചാരിച്ച്, ഇങ്ങനെ ഒരു നല്ലൊരു സിനിമ കണ്ട് ചിരിക്കണം എന്ന് വിചാരിച്ചിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും പൊളി, ബേസിലും പൊളി, ഗ്രേസ്, എല്ലാവരും ബൈജു ചേട്ടൻ, സിദ്ദിഖ്, എല്ലാവരും. എനിക്കറിയത്തില്ല, എല്ലാവരും ഞാൻ ഭയങ്കര ചിരിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, ഉണ്ടാകാൻ ചാൻസ് ഉള്ള പോലെ എൻഡിങ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പൊളി മൂഡ് പടം, എല്ലാം ചിരിക്കാൻ എല്ലാത്തിനും ഉണ്ടായിരുന്നു സംഭവം. ബേസിലൊക്കെ അടിപൊളി അഭിനയമായിരുന്നു, നല്ല അഭിനയം, കുഴപ്പമില്ലായിരുന്നു. നമുക്കൊരു വൺ ഡേ വാച്ച് ഫീലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആവർത്തന വിരസതയുടെ ഒരു സംഭവം എനിക്ക് തോന്നി. ബേസിൽ ജോസഫും നിഖിലയുടെയൊക്കെ ഒരു അങ്ങനത്തെ ഒരു. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഈ പടത്തിൽ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ സിദ്ദിഖയ്ക്കാണ്. പുള്ളി കിങ്ങാണ്. കാരണം ഏത് റോളും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു മലയാളത്തിലെ ആക്ടർ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്പർ 1 പൊസിഷനിൽ സിദ്ദിഖയ്ക്ക് കഴിഞ്ഞിട്ടേ ഉണ്ടാവും. നമ്മൾ സൂപ്പർ സ്റ്റാറുകളല്ല, സൂപ്പർ സ്റ്റാർ ലെവലിൽ തന്നെ നിൽക്കേണ്ട ഒരു ആക്ടർ തന്നെയാണ്. ആ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ സിദ്ദിഖിക്കയുടെ അഭിനയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പുള്ളി ഏത് റോളും ചെയ്യും. പിന്നെ ജിത്തു ജോസഫിൻ്റെ ഒരു പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ, ജിത്തു ജോസഫ് ത്രില്ലർ കിങ്ങാണ് ഡയറക്ഷനിൽ. പക്ഷെ ആ ഒരു പാറ്റേൺ മാറ്റി വേറൊരു സ്റ്റേജിലോട്ട് പോകുമ്പം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ. കാരണം എനിക്കൊരു വൺ ഡേ വാച്ചബിൾ എന്ന് പറയുമ്പോൾ പടം ഒരു ഓക്കെ ഫീലായിട്ടാണ് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി എല്ലാവരും ആ രീതിയിലാണ് പോയേക്കണത്. ഓവറോൾ വൺ ഡേ വാച്ചബിൾ ഫിലിമാണ്. അത് കൂടുതൽ വേറൊന്നും പറയാതെ. അത് ജിത്തു ജോസഫിൻ്റെ ഒരു വേറൊരു മുഖം, നമ്മൾ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ്റെ ഒരു വേറൊരു മുഖമാണ് നമുക്ക് ഈ പടത്തിലൂടെ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിനും നല്ല കോമഡി ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനും സാധിക്കും എന്ന് ഈ ചിത്രത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ഇതിലെ കാസ്റ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് കോമഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത്തരം ഒരു കാസ്റ്റിംഗാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ബേസിൽ ജോസഫ് ആയാലും ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, ചിലരുടെയൊക്കെ എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് ശരിക്കും നമ്മളെ ഒരു മിനിറ്റ് പോലും ബോറടിക്കാത്ത രീതിയിൽ തിയേറ്ററിൽ മുഴുവൻ കയ്യടിയും ചിരിയും പൊട്ടിച്ചിരികളൊക്കെ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഞാൻ എൻജോയ് ചെയ്ത പടം. ഇതിൻ്റെ 2ാം ഭാഗം വരുന്നതായിരിക്കും, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. കോമഡിയായിരുന്നു. നല്ല അഭിനയം. ഇനി അടുത്ത പാർട്ട് ഉണ്ടാവട്ടെ ഇതിൻ്റെ ബാക്കി.